ബ്രസീലിൽ നിന്നുള്ള ഒരു മോഡൽ ഇന്ത്യയിലെത്തി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ വർഷത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. ഒരേ ഫോട്ടോ ഉള്ള 22 വോട്ടർമാർ, 22 തിരിച്ചറിയൽ കാർഡ്, 10 ബൂത്തുകളിലായി ഇതേ ഫോട്ടോ ഉപയോഗിച്ച് 22 വോട്ടുകൾ ചേർത്തു. ഒരിടത്ത് അവൾ സീമയായി, ഒരിടത്ത് സ്വീറ്റി, മറ്റൊരിടത്ത് വിമല, ഇനിയൊരിടത്ത് സരസ്വതി. പക്ഷേ രൂപവും മുഖവും എല്ലാം ഒന്നു തന്നെ. ഫോട്ടോയിലുള്ളത് ബ്രസീലിയൻ മോഡലായ യുവതിയാണ്. 22 പേർ ഈ ഫോട്ടോ ഉപയോഗിച്ച് വോട്ട് ചേർക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഹരിയാനയിൽ നടന്ന, രാജ്യമെമ്പാടും നടക്കാൻ സാധ്യതയുള്ള ഒരു വോട്ട് കൊള്ളയുടെ നേർചിത്രമാണ് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉള്ളത്. എച്ച് ഫയൽസ് എന്ന പേരിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹൈഡ്രജൻ ബോംബ് വെളിപ്പെടുത്തൽ ഒരു സംസ്ഥാനം തന്നെ കൊള്ളയടിക്കുന്നത് എങ്ങനെ എന്നതിന്റെ നേർസാക്ഷ്യമാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്യാൻ വഴിയൊരുക്കി അതുവഴി എല്ലാ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും കോൺഗ്രസിന് വിജയം പ്രവചിച്ച ഹരിയാന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയുമാണ് ചെയ്തത്. ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ചുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് വോട്ട് കൊള്ളയിൽ ഒന്ന് മാത്രമാണ്. ഇത്തരത്തിൽ ഹരിയാനയിലാകെ 5 വിഭാഗങ്ങളിലായി 25 ലക്ഷം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടതായി രാഹുൽ ആരോപിക്കുന്നു. ഹരിയാനയിൽ ആകെയുള്ള 2 കോടി വോട്ടർമാരിൽ 8 ഭാഗവും കള്ളവോട്ട് ചേർക്കപ്പെട്ടെന്ന രാഹുലിന്റെ ആരോപണം ഹരിയാനയിലെ വോട്ട് കൊള്ളയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ്. ഒരേ ഫോട്ടോ ഉപയോഗിച്ച് 2 പോളിംഗ് ബൂത്തിൽ മാത്രം 223 വോട്ടുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയുടെ കഥയാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ വെളിപ്പെടുത്തിയത്. തെറ്റായ വിലാസങ്ങളിൽ 93,174 വോട്ടുകളുണ്ട് ഹരിയാനയിൽ. വ്യാജ വോട്ടുകളുടെ എണ്ണം 5,21,619 ഇരട്ട വോട്ടുകൾ 19,26,351. ഇവയടക്കമാണ് 25,41,144 കള്ള വോട്ടർമാർ ഉണ്ടെന്ന് രാഹുൽ പറയുന്നത്. ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് രാഹുൽ ഗാന്ധി തെളിവായി നിരത്തുന്നത്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരാൾ മാത്രം ഒരേ ഫോട്ടോയിൽ പല പേരുകളിലായി 100 വോട്ടുകളുണ്ട്. പലർക്കും മേൽവിലാസം പോലുമില്ല. ഉള്ളതിൽ തന്നെ പല മേൽവിലാസങ്ങളും തെറ്റാണ്. ചില വീട്ടു നമ്പറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 0 എന്നാണ്. ഇങ്ങനെ 100 കണക്കിന് ഉദാഹരണങ്ങൾ ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനുമാകും. 3.5 ലക്ഷം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുതുക്കലിന്റെ പേരിൽ ഒഴിവാക്കി. അതെല്ലാം ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു. ഇത് സ്ഥാപിക്കാൻ ഹരിയാനയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരുടെ വീഡിയോ സന്ദേശം കൂടി രാഹുൽ അവതരിപ്പിച്ചു. ഇത്രയും വോട്ട് ചോരി നടന്നിട്ടും കോൺഗ്രസ് തോറ്റത് വെറും 22,779 വോട്ടിനാണ് എന്ന് രാഹുൽ പറയുന്നു. കോൺഗ്രസ് തോറ്റ 8 മണ്ഡലങ്ങളിൽ ആകെ വോട്ട് വ്യത്യാസം 22,729 മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വോട്ട് കൊള്ള ഒരു കേന്ദ്രീകൃത അട്ടിമറിയാണ് എന്ന് രാഹുൽ പറയാനുണ്ടായ കാരണവും. ഹരിയാനയുടെ ചരിത്രത്തിലാദ്യമായി പോസ്റ്റൽ വോട്ടുകളും അന്തിമ വോട്ടുകളും തമ്മിൽ അന്തരമുണ്ടായത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. 17 സീറ്റുകളിൽ മാത്രമാണ് BJP തപാൽ വോട്ടുകളിൽ ലീഡ് ചെയ്തത് എന്ന് കണക്കുകൾ ഉദ്ധരിച്ച് രാഹുൽ സ്ഥാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അട്ടിമറിക്ക് ഒന്നാന്തരം തെളിവാണ്. തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് വിജയം പ്രവചിച്ചപ്പോഴും അങ്ങനെ പറയാൻ അദ്ദേഹത്തിനുള്ള ആത്മവിശ്വാസം വോട്ടുകൊള്ള തന്നെയാണ് എന്ന് രാഹുൽ പറയുന്നു. അതിന് ബലം പകർന്ന് കേരളത്തിൽ നിന്നുള്ള BJP നേതാവായ ഗോപാലകൃഷ്ണന്റെ വിവാദമായ ഒരു പഴയ പ്രസ്താവനയുടെ വീഡിയോയും രാഹുൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. തൃശൂരിലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് വേണ്ടി വന്നാൽ തങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും എന്ന് പറയുന്ന വീഡിയോ രാജ്യത്തെവിടെയും വോട്ട് മോഷണം നടത്തും എന്ന വെല്ലുവിളിയാണ് എന്ന് തെളിയിക്കുന്നതിനാണ് ഗോപാലകൃഷ്ണന്റെ വീഡിയോ രാഹുൽ പ്രദർശിപ്പിച്ചത്. UPയിലെ BJP നേതാക്കൾക്ക് വരെ ഹരിയാനയിൽ വോട്ട് ചെയ്തുവെന്ന് ഇതിന് തെളിവായി രാഹുൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPയെ സഹായിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൻ തട്ടിപ്പ് തന്നെ നടത്തി. അതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മടിക്കുന്നത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വൻ ഗൂഢാലോചന തന്നെ നടന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വോട്ട് മോഷ്ടാക്കളെ സംരക്ഷിക്കുകയാണ് എന്നുകൂടി രാഹുൽ ആരോപിക്കുന്നുണ്ട്.
ജനാധിപത്യവും സത്യവും അഹിംസയും പുലരണമെന്നും പറഞ്ഞ രാഹുൽ അത് തിരിച്ചുപിടിക്കാനുള്ള ശക്തി ഇന്ത്യൻ യുവത്വത്തിനുണ്ട് എന്ന മുന്നറിയിപ്പാണ് BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകുന്നത്. അതേസമയം രാഹുലിന്റെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തി. ഒരു തെളിവുമില്ലാത്ത ആക്ഷേപങ്ങളാണ് രാഹുൽ ഉന്നയിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണ്ടെത്താനായിട്ടില്ല. ഇനി അങ്ങനെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ പരിശോധനയുടെ സമയത്ത് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് എന്തെടുക്കുകയായിരുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. രാഹുൽ ഗാന്ധി ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിലെ കാര്യങ്ങളല്ലേ പറയേണ്ടത്? ബീഹാറിനെ കുറിച്ച് ഒന്നും പറയാൻ രാഹുൽ ഗാന്ധിക്കില്ല. അപ്പോൾ പിന്നെ ആ നരേറ്റീവ് ഹരിയാനയിലേക്ക് മാറ്റിപ്പിടിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് കിരൺ റിജിജു പറഞ്ഞത്. വ്യാഴാഴ്ച ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് വോട്ടുകൊള്ള ആരോപണത്തിൽ ആറ്റം ബോംബിന് പിന്നാലെ H-ഫയൽസ് എന്ന പേരിൽ ഹൈഡ്രജൻ ബോംബും രാഹുൽ പൊട്ടിച്ചിരിക്കുന്നത്. ഇനി ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും BJPയെ തിരിച്ചടിക്കുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.